തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി ആഗോള സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ UDFിൻ്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ UDF എടുത്ത തീരുമാനം എല്ലാ ജില്ലകളിലും ഈ അയ്യപ്പ സംഗമത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ തന്നെ ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തുള്ള അഫിഡവിറ്റ് ഈ സർക്കാർ പിൻവലിച്ചിട്ടില്ല. മാത്രമല്ല ശബരിമലയെ തകർക്കുന്ന രീതിയിൽ യുവതി പ്രവേശനം സുപ്രീം കോടതിയുടെ ഇത് വന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ചില പരാമർശം വന്നപ്പോൾ തന്നെ യുവതികളെ പ്രവേശിപ്പിച്ച് ശബരിമലയെ നവോത്ഥാനത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഇടതുപക്ഷ മുന്നണിയുമാണ്. ആ നിലപാടിൽ അവർ ഇതുവരെയും അത് തിരുത്തി പറയുകയോ ആ നിലപാട് തെറ്റായിപ്പോയി എന്ന് അവർ പറയുകയോ ചെയ്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അന്ന് വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ശക്തമായ പ്രക്ഷോഭം നടത്തുകയും ചെയ്തത് UDFും കോൺഗ്രസ് പാർട്ടിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 3-4 മാസം മാത്രമേ ഉള്ളൂ. ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിപ്പിക്കാൻ 4-5 മാസമേ ഉള്ളൂ. ഈ 5 മാസത്തിനിടയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? 9 വർഷം ഭരിച്ചിട്ടും അയ്യപ്പ സംഗമം നടത്തുകയോ ശബരിമലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്ത സർക്കാർ, ആ സർക്കാർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാടകലെ അല്ലെങ്കിൽ ഏതാണ്ട് 5 മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തുന്നത് അത് വോട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ വിഭാഗങ്ങളുടെ വോട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. ഇത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരുടെ ആത്മാർത്ഥതയില്ല, ശബരിമലയുടെ വികസനത്തിലും ഒരു ആത്മാർത്ഥതയും ഇല്ലാത്തൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മാത്രമല്ല ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ച ശബരിമലയെ സംഘർഷഭൂമിയാക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. അതുകൊണ്ടാണ് UDF അക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. ഇനി ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ളത് UDF ആണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും അയ്യപ്പ സംഗമത്തിനെതിരായിട്ടുള്ള സംസ്ഥാന സർക്കാർ പമ്പയിൽ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിനെതിരായുള്ള അതിശക്തമായൊരു ക്യാമ്പയിൻ UDF ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാതല മീറ്റിങ്ങുകൾ UDF സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്ല, അത് കാരണം ഈ അയ്യപ്പ സംഗമത്തിൻ്റെ വിശ്വാസ്യത ഈ സർക്കാർ വിളിച്ചു കൂട്ടിയിരുന്ന അയ്യപ്പ സംഗമത്തിന് എത്രത്തോളം അതിന് ആത്മാർത്ഥതയുണ്ട് എന്നത് ശബരിമലയുടെ വികസനമാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ 6 മാസക്കാലത്തിനിടയിലാണോ ശബരിമലയിൽ വികസനം നടപ്പാക്കേണ്ടത്? 9 വർഷം ഭരിച്ച ഒരു സർക്കാരിന് ഇപ്പോഴാണോ ശബരിമലയിൽ വികസനം വേണമെന്ന് തോന്നിയത്? ശബരിമലയിൽ ആഗോള സംഗമം നടത്തണമെന്ന് തോന്നിയത്? അതിന് മുമ്പ് എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു, അതൊന്നും ചെയ്യാതെ. അപ്പോൾ ഇതിനെ അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അതിൻ്റെ ആത്മാർത്ഥതയാണ് UDF ചോദ്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശ്വാസ്യതയാണ് UDF ചോദ്യം ചെയ്തിരിക്കുന്നത്.